അഹാനെ ചോദിച്ചു, പിള്ളേര് സത്യം പറഞ്ഞു, സംഭവം പൈസ അവർ മുക്കിയിട്ടുണ്ട്. അത് പച്ചക്ക് അഹാനോട് വീഡിയോയിൽ പറഞ്ഞു. അത് സിന്ധു കൃഷ്ണകുമാർ അത് വീഡിയോ ക്യാപ്ചറും ചെയ്തു. ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ പിന്നാലെ നമ്മൾ ഓടേണ്ട കാര്യമുണ്ടോ? അത് അവരായി, അവരുടെ പാടായി, അത്രയല്ലേ ഉള്ളൂ. We want their bank account and details before they go. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര കാണാം. നമുക്ക് ഒരു സാധാരണ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? മനസ്സിലായില്ലേ? അതായത് വിശ്വസിച്ചില്ല. ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്ക് പറയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ആദ്യം ചെയ്തത്? എത്ര നാൾ മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? അത് കിട്ടിയ സ്ക്രീൻഷോട്ട്സ് മാത്രം. കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് അതന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ അല്ല, ഇത് സത്യം ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോകാമല്ലോ, കൂട്ട് കാണും. ഇതാരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. ശരി, എത്ര നാൾ മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. ഒരു പ്രാവശ്യം സത്യം പോകാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യം ഉണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല, എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അവർ തമാശയ്ക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യം ചെയ്തത്? അഭിനന്ദിക്ക് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത്. ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ കുറ്റബോധം തോന്നിയില്ല. കാരണം ഇന്നലെ രാവിലെ കൂടെ ബിരുദം എല്ലാം ത്രെഡ് ചെയ്തതേ ഉള്ളൂ. സാലറി ക്രെഡിറ്റ് ആവട്ടെ, അതൊന്നും ചെയ്തില്ല. ഇവരെ കണ്ടറിയാം, ഇവരറിഞ്ഞിട്ടില്ല. ഇത് നാറ്റ കേസ് സഹിക്കാൻ വയ്യാതെ നിൽക്കുക. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും അറിയണ്ടെങ്കിൽ മര്യാദയ്ക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും. സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ? എല്ലാം ചേച്ചി എന്താണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്? നമ്മൾ എത്ര ഓർഡർ നന്നായിട്ട് കൃത്യമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കാശ് നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നോ? ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു, അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു, സ്റ്റാഫ് ഫോൺ എടുത്തില്ല. ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കയും വിശാലിന്റെ ഫ്രണ്ടിന്റെ കൂടെ വിശാലിയും പോയിരുന്നെങ്കിലേ ഇവർ ഇത് ചെയ്യില്ലായിരുന്നു. അല്ല, കാരണം ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ ഇരിക്കില്ലേ, അതെടുത്ത് സ്കാൻ ചെയ്തു. കാർഡ് വർക്ക് ആവില്ല എന്ന് പറഞ്ഞില്ല, ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല. കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട്, കാർഡ് മെഷീൻ ഉണ്ട്. ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ 2-3 5 ഞാൻ പോയി ഈ നാട്ടിൽ ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. അവരെ ഇറക്കി വിടുവോ ചേട്ടാ? നിങ്ങൾ പറ. അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല. നിങ്ങൾ ഒരു 10,000 രൂപ ഒരിക്കൽ മോഷ്ടിച്ചെന്നിരിക്കട്ടെ, നിന്നെ കള്ളിന്ന് വിളിക്കാം. ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഐ തിങ്ക് വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. ആധാർ കാർഡ് ഉണ്ടോ കയ്യിൽ? ഇതൊക്കെ എവിടെ കൊണ്ട് പുറത്തിറങ്ങി നടന്ന ആധാർ കാർഡും ID കയ്യിൽ വെക്കത്തില്ലേ? ആ സ്കൂട്ടർ ആരാ ഓടിച്ചു വന്നേ? ഇവന്മാരാ? പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാം. അയ്യോ, അധികം പാപം കളിക്കില്ലേ? നിന്നെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക, ആ പാപം വിടുക. തെറ്റ് നീ പാളി. ആക്ച്വലി ഇല്ലപ്പോ ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നുണ്ട്. ആൾക്കാർ സ്കാനർ അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞത് ഇവർ പറയുന്നത് സ്കാനർ നോക്കാവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആവുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത് ആദ്യം? നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് കണ്ണടച്ച് പറയുന്നത്
അവളുടെ മോന്ത കണ്ടാ അറിയാലോ. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാൽ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാതൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തത്? അല്ല അത് എനിക്ക് അറിയാൻ പറ്റും. നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത്? എല്ലാം ഉടനെ അടുത്ത് ഘടിപ്പിച്ചാന്ന്. സത്യം പറ, നീ കള്ളം പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് ആയിട്ട് വരുന്ന ഫുൾ ഡേ ടേക്കിംഗ്. അതല്ലേ ഞാൻ അവിടെ വല്ലപ്പോഴും ചെന്നപ്പോഴത്തേക്ക് I told every day is go. ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മൾ എങ്ങനെയാ ബാങ്ക് അതെനിക്ക് കിട്ടില്ല. അല്ല ഇവരെ മീൻ ഓഫ് ചെയ്തിട്ട് അപ്പൊ CCTV കട്ടാവും. CCTV ഇല്ല പറഞ്ഞില്ല. അവിടെ ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരുമ്പോ CCTV ഇല്ല. ഫ്രണ്ട് പറഞ്ഞു പോലെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞേ. ഹൻസിക്കട കണ്ടോ? ആര് വരുമ്പോഴും വിളിച്ചു ചോദിച്ചേ. ഇവര് പോകുമ്പോഴത്തേക്ക് ക്യാഷ് ആയിട്ട് എത്ര എടുത്ത് കാണും? ക്യാഷ് എടുത്തിട്ടില്ല. ഇത്രയും രൂപ ഇന്നലെ ഒരാളെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് 1000 രൂപ കസ്റ്റമേഴ്സ് പറഞ്ഞു. വേറെ ആൾ പറഞ്ഞു അവർ കാർഡ് കൊടുത്തപ്പോൾ ഇവർ കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ കസ്റ്റമറോട് പറഞ്ഞു ATM പോയി ക്യാഷ് എടുത്തിട്ട് വന്നു. ഇവർ വൈകുന്നേരം വരെ അവിടെ വെയിറ്റ്. അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ 5 മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാത്ത് നിന്നു 5 മണിക്ക് ശേഷം 7000 എണ്ണി മേടിച്ചിട്ട് പോയത്. ആ പൈസ എവിടെ? അത് അന്ന് തന്നെ ഇവര് ഹയാത്തിൽ പോയിട്ടുണ്ടോ? അല്ല പറ, ക്യാഷ് എത്ര മേടിച്ചു? എന്നാലും ഒരു ഊഹം ഉദ്ദേശം. 2 ലക്ഷം അത്രയ്ക്ക് 1 ലക്ഷം. അത് നിങ്ങൾക്ക് നിങ്ങൾ മോഷിച്ചാൽ നിങ്ങൾക്ക് ഒരു കണക്ക് വെക്കണ്ടേ? എത്ര പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ മോഷിച്ചാൽ? എന്നോട് കള്ളം പറഞ്ഞത് നിങ്ങൾ 3 പേര് മോഷ്ടിച്ചാൽ പോലും 1 ലക്ഷം പോലും എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പോ 7 ലക്ഷത്തിന്റെ തെളിവ് ഇവർക്കും കിട്ടി. 5 ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു. അപ്പൊ ഈ 1 ലക്ഷത്തിന് നിങ്ങൾ തന്നെ വെക്കുന്നു എടുത്തിട്ടില്ല. അപ്പൊ ഒരു 50,000 എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു 5000 പാവം 5000 എടുത്തിട്ടില്ല. ഒരു ഒരു കസ്റ്റമറിന്റെ 7000 കഥ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? അവസാനം വരെ 3 പേര്. അയ്യോ, നിനക്ക് എത്ര കിട്ടിയെന്നല്ല, മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര വീതിച്ചെടുത്തപ്പോ നിനക്ക് എത്ര കിട്ടിയെന്നല്ല ചോദിക്കുന്നത്. മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു? ദിവ്യ, ഞാൻ ദിവ്യക്ക് ക്യാൻസർ അതും അറിഞ്ഞോണ്ടല്ലോ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. അല്ല, കാരണം നിങ്ങൾ പറയും ഇവര് പോലീസിനെ വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഉമ്മയെ പോലെ ഉണ്ടാകുന്ന എത്ര പ്രശ്നം ക്യാഷ് മാത്രം എത്ര കിട്ടുക കൃത്യം ടോട്ടൽ ഞാൻ ഇത് നോക്കും. അടുത്ത സ്റ്റോറി ഞാൻ ഇടും. എന്തിനാണെന്നറിയാമോ? ക്യാഷ് ആയിട്ട് എത്ര ക്യാഷ് കൊടുത്ത എല്ലാവരോടും, കാരണം വാങ്ങിച്ചവർക്ക് അറിയാലോ അവർ എത്ര കൊടുത്തു. അതെ, കാർത്ത് കൃത്യം എമൗണ്ട് എങ്ങനെയല്ല. ബിക്കോസ് ഞാൻ അവസാനം വരെ മാന്യമായി ഞാൻ ചോദിക്കാണ് എനിക്ക് സത്യം അറിയണം. കാരണം അവർ സ്റ്റോറി ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുത്ത് എത്ര എടുത്താണ്? ബാക്കി എന്നെ പോട്ടു. അല്ല, അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് 3 പേര് എത്ര എടുത്താണ്? 1 ലക്ഷം രൂപ എന്തായാലും 40,000 പറഞ്ഞെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ നടത്തുന്നതാണ്. കാര്യം ഇതിന്റെ 2000 രൂപ തിന്നു പറഞ്ഞവരാണ് അങ്ങനെ 7 ലക്ഷത്തിന്റെ കണക്ക് വന്നത്. ക്യാഷ് പേയ്മെന്റ് അല്ല, കിട്ടും. കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞു ഇവർ ഇൻസിസ്റ്റ് ചെയ്ത് ക്യാഷ് തന്നെ തരണം എന്നുള്ളത്. അതെന്റെ ചാറ്റ് വരും. ആര് ചോദിച്ചാലും ഞാൻ കാണിച്ചു. ഞാൻ ഇന്നത്തെ അല്ല ഞാൻ പറഞ്ഞേ അല്ല പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പോകാൻ ആഗ്രഹമുണ്ടോ വൈകുന്നോ നോക്കിയിട്ടല്ലോ. ഇപ്പൊ റേപ്പ് ചെയ്ത ഒരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ താല്പര്യം പോകാൻ? അതിന് ഓരോരുത്തരും ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം എവിടെ പോയാലും എന്നെ പറ്റിച്ച പോലും വേറെ ആൾക്കാർ പ്രഗ്നന്റ് ആയതാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു പല ദിവസം കൊടുത്തു. അത് അറിഞ്ഞു ഒരു നവംബർ ഞാൻ ഇവരോട് പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലാണ് എനിക്ക് വരാൻ പറ്റില്ല. എന്തിന് ജോലി നടത്തിയത്? 2 വീട് വാങ്ങിക്കായിരുന്നു. 2 വീടാ അയാൾക്ക് അല്ല ഇവരെടുത്തിട്ടില്ല. നിങ്ങൾ മാത്രം എടുത്തില്ല. നിങ്ങൾ എടുത്തിട്ടാണ് കൊടുത്തത്. ഇവരെടുത്തിട്ടില്ലേ? ഉണ്ട്. ഒരു സെക്കൻഡ്. ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിനാണ്. അതല്ല നിങ്ങൾ അവിടെ എടുത്ത പൈസ ഇല്ലേ? പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ? അത് ശരി. നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല. 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ. 10-15 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിലോ റെക്കോർഡ് വന്നാൽ എന്ത് ചെയ്യുന്നത്? അല്ലാതെ സംസാരിക്കായിരിക്കും. വന്നാൽ എന്ത് ചെയ്യും? കണക്ക് പറയാൻ വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് എടുത്തിട്ടെന്ന് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും പൈസ? അല്ല ഞാൻ കണക്ക് എത്തിച്ചാൽ കണക്കാക്കി പറയല്ലേ? കംപ്ലീറ്റ് കൊടുക്കും കേട്ടോ. കംപ്ലീറ്റ് കൊടുക്കും. നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ പോകില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന പൈസ അത്രയ്ക്കാണ്. അറിയാൻ എത്രയാണ് ഉദ്ദേശം? എന്താ പറയാൻ വന്നേ? അത് മനസ്സിലായി. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്.
ഓസിയുടെ അറിയാലോ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു ഈ വീഡിയോ മൊത്തം കേട്ടപ്പോൾ എന്ത് മനസ്സിലായി? അത്ര അഹാന ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയാണ്ട് തെറ്റ് മൊത്തം സമ്മതിച്ചു, അവിടെ കേട്ടങ്ങ് ഇരുന്നു. ഇനി എത്ര പൈസ മുക്കി എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. മാസത്തിൽ 5 ലക്ഷമൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസ ഒന്നുമല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10 മാസം കൊണ്ട് 50 ലക്ഷം വരെയൊക്കെ മുക്കാനുള്ള കെൽപ്പുണ്ട്. അപ്പം ഓസിയുടെ ആ ഒരു ബിസിനസ് സംരംഭം എത്രത്തോളം സക്സസ് ആണെന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത്രയൊക്കെ അവിടെ പൈസ വരുമോ എന്നുള്ളത്. ഇത് കേട്ടപ്പം പൈസ വരും എന്ന് തോന്നിപ്പോയി. ഇനി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലേ ഇമ്മാതിരി വല്ല ബിസിനസ് തുടങ്ങിക്കോ, സംഭവം പൊളിക്കും. ചെറിയ ലാഭമൊന്നും ഇല്ലടാ കിട്ടുക. നമ്മൾക്ക് പോലും കണക്കില്ലാത്ത, ഓസിക്ക് ദിയക്ക് പോലും കണക്കില്ലാത്ത രീതിയിൽ അവിടെ ലാഭം വന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ബിസിനസ് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന എത്ര പൈസ കിട്ടുന്നുള്ളൊരു പരിപാടി കിട്ടില്ല എനിക്ക്. ഈ ഓണത്തിനിടെ പുട്ടച്ചവടം എന്ന് പറഞ്ഞ പോലെ അവരുടെ കേസ് അവർ നടത്തിക്കോളും. പക്ഷെ ഇത് കച്ചവടം ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെ ബിസിനസ് അറിയുന്ന ആൾക്കാർ ഇതൊരു ബിസിനസ്സാക്കി എടുത്തോ. വേണ്ട രീതിയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാലുള്ള കോടീശ്വരം വരാൻ പറ്റും നിങ്ങൾക്ക്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു ഏവറേജ് നടനാ. ഒരു ഏവറേജ് എന്നും പറയാനല്ല, ഒരു കുറച്ച് സിനിമ ഒന്നുമില്ലാത്ത നടനാ. അപ്പം BJPന്റെ ഫണ്ട് അല്ലാണ്ട് ഈ മക്കൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മക്കളുടെ ഇൻഫ്ലുവൻസിങ് പവർ കൊണ്ട് അവരുണ്ടാക്കുന്ന കാശാണ് പുള്ളിയുടെ നിലനിർത്തുന്നത് എന്നാണ് എനിക്കൊരു തോന്നൽ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, സംരംഭങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം കാശ് ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പറയുന്നതല്ലേ? ഇത് കേട്ട് ആർക്കെങ്കിലും, അതായത് ഈ ന്യൂസ് കണ്ടോണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. പൈസ പോയത് അവർക്കാണെങ്കിൽ അവർക്ക് പൈസ കിട്ടും, അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അവർ വീഡിയോ ചെയ്യുന്നതിന് നല്ല രീതിയിൽ ഒരു പൈസ കിട്ടും. പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാരുടെ ആരെങ്കിലും 1-2 ആൾക്കാർ ബിസിനസ് തുടങ്ങിയാലേ ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദുട്ട് പൈസ കിട്ടില്ലേ? പെട്ടെന്ന് ആ പരിപാടി നോക്ക്. ഈ കേസ് ഏതായാലും തീരുമാനമായിട്ടുണ്ട്.